ഹലോ ഗൈസ്, ട്രിപ്സ് ടുഗദറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണിന്ന്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാസ്ഗോയിലാണ്. നമ്മളിന്ന് രണ്ട് മെയിൻ പ്ലേസുകൾ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഒന്ന് കെൽപിസും പിന്നൊന്ന് ഫാൽക്കിർക്വയിലും. നമ്മളിപ്പോൾ ഒരു 10 മണിയോടുകൂടി ഇറങ്ങും. ആൾക്കാർ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് കെൽപീസ് കാണാനാണ്. അത് കഴിഞ്ഞിട്ട് ഫാൽക്കിർക്വേ. നമ്മൾ താമസിക്കുന്ന 102 ആൽബർട്ട് റോഡിലുള്ള ഈ വീട്ടിൽ നിന്നും കെൽപീസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 32 മൈൽസ് ആണ്. അതായത് 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. നമ്മളിപ്പം കെൽപീസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ ആ ഒരു ഭീമാകാരമായ രൂപം കാണാൻ പറ്റുന്നുണ്ട്. നമ്മളതിൻ്റെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. നമ്മളിങ്ങനെ കെൽപീസിന്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇവർ ചാർജ് ചെയ്യുന്ന ഒരു 3.5 പൗണ്ട് മാത്രമാണ്. വേറെ എൻട്രൻസ് ഫീ ഒന്നും ഇല്ല ഈ കെൽപീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു 3.5 പൗണ്ട് പേ ചെയ്യാനും ഈസിയാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. ഹലോ ഫ്രണ്ട്സ്, നമുക്കിനി കെൽപീസിന്റെ കാഴ്ചകളിലേക്ക് പോവാം. സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ലിസ്റ്റിലുള്ള ഒരു അട്രാക്ഷനാണ് ഈ കെൽപീസ് എന്ന് പറയുന്നത്. 2013 ആൻഡി സ്കോട്ട് എന്ന ഒരു ശില്പിയാണ് ഹോഴ്സ് ഹെഡിന്റെ മാതൃകയിലുള്ള ഈ ഭീമാകാര ശില്പം നിർമ്മിച്ചത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഫാൽക്കിർക്കിനും ഗ്രേഞ്ച് മൗത്തിനും ഇടയിലുള്ള ഹെലിക്സ് പാർക്കിലാണ്. 2014 കെൽപീസിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. നമ്മളോടിപ്പം ചാർജ് ചെയ്ത് 3.5 പൗണ്ട് ശരിക്കും ഇവിടുത്തെ പാർക്കിംഗ് ചാർജ് മാത്രമാണ്. അല്ലാതെ ഒരാൾക്ക് വന്നിട്ട് കെൽപീസിനെ ആസ്വദിക്കുന്നതിന് അവർ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഒരു ടൂറുണ്ട്, ഒരു 45 മിനിറ്റ്സ് ദൈർഘ്യമുള്ള ഇവിടുത്തെ സോഷ്യൽ ഹിസ്റ്ററിനെ കുറിച്ചും അതുപോലെ ഇന്റേണൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള കെൽപീസിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു ടൂറുണ്ട്. അതിന് അഡൽട്സിന് 5 പൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 25 മീറ്റർ ഉള്ള ഒരു ഏരിയൽ ക്ലൈംബിംഗ് ആണ്. അതൊരു സാധാരണ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ചാരിറ്റി ബുക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ബുക്കിംഗ് ആയിട്ടോ മാത്രം അലൗഡ് ആയിട്ടുള്ള ഒരു ക്ലൈംബിംഗ് ആണ്. ഈ ഏരിയൽ ക്ലൈംബിംഗ് ശരിക്കും ഈ ഹോഴ്സ് സ്ട്രക്ചറിന്റെ മൗത്ത് ലെവലിൽ വരെ എത്തുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് ഫോർത്ത് ആൻഡ് ക്ലൈഡ് കനാലിന്റെ ഒക്കെ ഒരു മനോഹരമായ പനോരമിക് വ്യൂ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഗൈസ്, നമ്മൾ ഈ കാണുന്ന ഭീമാകാര ശില്പത്തിന് ഓരോ ഹോഴ്സ് ഹെഡിനും 300 ടൺ വെയിറ്റും അതുപോലെ ഇതിന് 30 മീറ്റർ ഉയരമാണുള്ളത്. അതുപോലെ ഇതിന് ആയിട്ട് ചെലവായത് 5 മില്യൺ പൗണ്ടാണ്. നമ്മൾ സ്കോട്ട്ലൻഡിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഹോഴ്സസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ മേഖലയിലാണെങ്കിലും അഗ്രികൾച്ചർ മേഖലയിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഡെവലപ്മെന്റിനുണ്ടാകാൻ ഹോഴ്സസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോഴ്സസിന്റെ ആ ഒരു ലെഗസി സെലിബ്രേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടിയായിരുന്നു ആൻഡി സ്കോട്ടിന് ഈ ഒരു കെൽപീസ് നിർമ്മിക്കുമ്പം പ്രചോദനമായത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഫൈനലി ഫാൽക്കിർക്വയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതായത് ലോകത്തിൽ ഇതുപോലെ വേറെ ഒരെണ്ണമില്ല. ഇതുപോലെ ബോട്ടിൽ ലിഫ്റ്റ് ചെയ്ത് കയറ്റുന്ന വീല്, ഇങ്ങനത്തെ ഈ ഒരു ടെക്നോളജി വേറെ എവിടെയില്ല. ഇത് 2002 തുടങ്ങിയതാണ്. 2 ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള കനാലുകളിൽ ആണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു ടെക്നോളജി. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. കെൽപീസിൽ നിന്നും ഏകദേശം ഒരു 5 മൈലേ നമ്മുടെ ഫാൽക്കിർക്വയിലേക്കുള്ളൂ. അതായത് ഒരു 15 മിനിറ്റ് ഡ്രൈവ്. സ്കോട്ട്ലൻഡിലെ ഫാൽക്കിർക്ക് എന്ന ടൗണിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബോട്ട് ലിഫ്റ്റിന് ഫാൽക്കിർക്വീൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഗ്ലാസ്ഗോയും എഡിൻബറയും സ്കോട്ട്ലൻഡിലെ 2 പ്രധാന നഗരങ്ങളാണല്ലോ. അപ്പം ഇത് തമ്മിൽ കനാൽ വഴി ബന്ധിപ്പിക്കുവാൻ ബ്രിട്ടീഷ് വാട്ടർവേസ് ഒരിക്കലൊരു തീരുമാനം എടുക്കുകയുണ്ടായി. അപ്പം അവരുണ്ടാക്കുന്ന നിർമ്മിതികൾ ശരിക്കും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നായിരിക്കണമെന്ന് അവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അവിടെയാണ് ശരിക്കും ഈ ഒരു ഫാൽക്കിർക്വീലിന്റെ ഒക്കെ ഒരു ഉദയം സംഭവിക്കുന്നത്. ടോണി കെറ്റിൽ എന്ന പേരുകേട്ട ഒരു ആർക്കിടെക്റ്റാണ് ഈ ഡിസൈൻ ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ബോട്ട് ലിഫ്റ്റിന്റെ പണി ആദ്യമായിട്ട് ആരംഭിക്കുന്ന 1999 ഒന്നും രണ്ടും അല്ല, 20 മില്യൺ പൗണ്ട് ചെലവാക്കിയാണ് ഈ ഒരു സംഗതി നിർമ്മിച്ചിരിക്കുന്നത്. 2002 മെയ് 24 സാക്ഷാൽ ക്യൂൻ എലിസബത്ത് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഫോർത്ത് ആൻഡ് ക്ലൈഡ് കനാലിനും യൂണിയൻ കനാലിനും ഇടയിൽ ബോട്ടുകളെ കടത്താനാണ് ഈ ഒരു ഫാൽക്കിർക്വയിൽ നിർമ്മിച്ചിരിക്കുന്നത്.
ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ചുമ്മാ അങ്ങ് കടത്തി വിട്ടാൽ പോരെ, അതിനെന്തിനാ ഈ ഒരു വീലൊക്കെ എന്ന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ രണ്ട് കനാലുകളും തമ്മിൽ ഒരു 35 മീറ്റർ ഉയര വ്യത്യാസവും അതുപോലെ ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഈ മോളിൽ കാണുന്ന ആ പാലം പോലെയുള്ള സ്ട്രക്ചറാണ് ശരിക്കും ഈ അക്വാഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ബോട്ട് കയറി നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിനെ ഗോണ്ടോളേഴ്സ് എന്നാണ് പറയുന്നത്. രണ്ടറ്റത്തും നമുക്ക് 2 ഗോണ്ടോളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഈ 2 ഗോണ്ടോളേഴ്സിനോട് കൂടി ഏകദേശം ഒരു 500 ടൺ ഭാരം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ ഒരു സംഗതി വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഗോണ്ടോളേഴ്സിലേക്ക് ഒരു ബോട്ട് അങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോട്ടിന്റെ വെയിറ്റിന് തുല്യമായിട്ടുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോവും. അങ്ങനെ ഈ 2 ഗോണ്ടോളേഴ്സിന്റെ വെയിറ്റും ബോട്ട് കയറിയാലും തുല്യമായിരിക്കും. 10 മോട്ടറുകൾ ഒരേ സമയം ഒരുപോലെ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വീലിനെ കറക്കുന്നത്. പിന്നെ വേറൊരു രസകരമായൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഒരു സംഭവം കറക്കിയെടുക്കുന്നതിന് വെറും 1.5 കിലോവാട്ട് അവർ എനർജി മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളതെന്നാണ്. അതായത് ഒരു ഇലക്ട്രിക് കെറ്റിലിൽ നമ്മൾ ഒരു 8 ടൈംസ് വെള്ളം ചൂടാക്കിയാൽ എത്ര എനർജി ചിലവാകുമോ അത്രയും എനർജി ഇതിന് ആവശ്യം വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ഫാൽക്കർക്ക് വീലിന്റെ ഒരു പ്രവർത്തനം ജസ്റ്റ് വാച്ച് ചെയ്യുന്നതിന് ഇവർ പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നതിന് നമ്മുടെ കെൽപിസിലെ പോലെ തന്നെ ഒരു 4 പൗണ്ട് ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആദ്യം കാർ പാർക്ക് ചെയ്തിട്ട് പിന്നീട് ഇവരുടെ ഒരു കൗണ്ടറിൽ പോയിട്ട് ഈ 4 പൗണ്ട് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബോട്ടിനുള്ളിൽ കയറി ഈ ഫാൽക്കർക്ക് വീൽ വഴി ലിഫ്റ്റ് ചെയ്ത് നമുക്ക് യൂണിയൻ കനാലിലൊക്കെ പോകണമെങ്കിൽ അതിന്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് 17.5 ആണ്. കെൽപിസും ഫാൽക്കർക്ക് വീലും ഒക്കെ കണ്ടിട്ട് ഗ്ലാസ്ഗോ നഗരം ചെറുതായി ഒന്ന് കറങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാടൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം സമയമൊന്നും ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ ഒരു ഗ്ലാസ്ഗോ എന്ന നെയിം കേൾക്കുന്നത്. അത് ശരിക്കും ഗ്ലാസ്ഗോ കോമ സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത്. ന്യൂറോ സർജറിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ GCS സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു കൗതുകം ഉണ്ടായി, ശരിക്കും ഈ GCS സ്കോറും ഈ ഗ്ലാസ്ഗോ സിറ്റിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ബന്ധമുണ്ട്. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസർമാരായ ഗ്രഹാമും ബ്രയാനും ഇവർ 1974 ഡെവലപ്പ് ചെയ്തതാണ് ഈ GCS സ്കെയില്. അതുകൊണ്ട് തന്നെ അവർ അതിന് ഈ ഒരു സിറ്റിയുടെ പേര് കൊടുക്കുകയുണ്ടായി. എന്താണ് ഗൈസ്, ഒന്നും വീഴുന്നില്ലേ? അത്യന്തം വാശിയേറിയ തീ പാർന്ന മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് ശേഷമുള്ളത് കള്ളനും പോലീസ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മളൊക്കെ പണ്ട് കളിച്ചിട്ടുള്ള അതേ കളികൾ തന്നെയാണ് നമ്മൾ എപ്പോഴും കളിക്കുന്നത്. എന്താ പറയുക, ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. രാവിലെ തന്നെ കെൽപിസും അതുപോലെ എഞ്ചിനീയറിംഗ് മാർവലായ നമ്മുടെ ഫാൽക്കർക്ക് വീലൊക്കെ കണ്ട് നമ്മൾ അന്തം വിട്ട ഒരു ദിവസമാണെന്ന്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ആയി. ഇനി നമുക്ക് നല്ലൊരു ഉറക്കം വേണം. ഇന്നൊരു വെറൈറ്റി ഡിന്നറായിരുന്നു. അതായത് കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും. വെറൈറ്റി മാത്രമല്ല കേട്ടോ, ഒരു എളുപ്പ വഴിക്കും കൂടെ ആയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ഡിമാൻഡായിരുന്നു, ഒട്ടും ബാക്കി വന്നില്ല. അപ്പം നാളത്തെ കാഴ്ചകളിലുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അടിപൊളി, ഒരു ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്.